സ്കിൻ കെയർ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലേ സ്കിൻ കെയർ. മെയിനായിട്ട് സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഏത് ഇൻഫ്ലുവൻസറിൻ്റെ വീഡിയോ കാണണം, ഏത് ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ കോസ്മെറ്റോളജിസ്റ്റിൻ്റെ വീഡിയോ കാണണം, ഏത് പ്രോഡക്റ്റ് മേടിക്കണം, അഫോർഡബിൾ ആണോ എക്സ്പെൻസീവ് ആണോ നല്ലത്, അത് ഇത്ര സ്റ്റെപ്പ് 15 സ്റ്റെപ്പിൻ്റെ ആവശ്യമുണ്ടോ, അതോ 10 സ്റ്റെപ്പ് മതിയോ, അതോ 2-3 സ്റ്റെപ്സ് ഉള്ള സ്കിൻ കെയർ റുട്ടീൻ മതിയോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കൺഫ്യൂഷൻ ഉള്ള ഒരു സമയമാണ് അല്ലേ. ഞാനും അതുപോലെ കൺഫ്യൂഷൻ അടിച്ചിരുന്ന ഒരാളാണ്. സോ എന്നെപ്പോലെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ആ ഒരു പെർസെൻറ്റേജ് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ എൻ്റെ സ്കിന്നിന് പറ്റിയ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ചൂസ് ചെയ്യാൻ എനിക്കറിയാം. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും പറ്റട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ ഞാനൊരു ഡെർമറ്റോളജിസ്റ്റോ കോസ്മെറ്റോളജിസ്റ്റോ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത്, കാരണം ആസ് എ കൺസ്യൂമർ എന്ന നിലയ്ക്ക്. അതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വെൽക്കം ടു ഗാ ഡയറീസ്. എൻ്റെ പേര് ഗോപിക. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇന്ന് എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു എന്ന് കരുതി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഞാൻ പ്രൊഡക്റ്റ് കാണിക്കാം, ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും പറയാം. അതുകൊണ്ട് തന്നെ നിങ്ങളിത് മേടിച്ച് യൂസ് ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ഈ പ്രൊഡക്ട്സ് മേടിച്ച് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഏത് പ്രൊഡക്ട്സ് ആണെങ്കിലും ഫസ്റ്റ് മേടിച്ചിട്ട് ഇത് പാച്ച് ടെസ്റ്റൊക്കെ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം. അപ്പോൾ ഞാൻ എപ്പോഴാണ് സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഷോർട്ട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നേരത്തെ സിവിയറായിട്ട് ആക്നെയുടെ ഇഷ്യൂസ് ഉള്ള ഒരാളായിരുന്നു. ലൈക്ക് ഹോർമോണൽ ഇംബാലൻസും നട്ട്സ് അലർജി ഇതൊക്കെ കൊണ്ടിട്ട്, അതുപോലെ പീരിയഡ്സ് ടൈമിൽ നല്ല രീതിയിൽ കുരുക്കൾ വരുമായിരുന്നു. സോ അപ്പോൾ ആ സമയത്ത് നമ്മൾ ആദ്യം ചെയ്തിരുന്നതെന്ന് വെച്ചാൽ, ഒരുപാട് ഇത് കൂടി കഴിയുമ്പോഴത്തേനും ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഇത് കുറയും. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യും. വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ പോയതിനെക്കാട്ടി കൂടുതലായിട്ട് തിരിച്ചു വരും. വീണ്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കും, വീണ്ടും ഇത് കുറയും. അപ്പോൾ അങ്ങനെ പോയി വന്നിരുന്ന സമയത്താണ് ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ, അതായത് ഈ വരുന്നതിൻ്റെ അളവ് കുറയ്ക്കും. പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഒരു പരിധി വരെ നമുക്കിതിനെ തടയാൻ പറ്റും. കാരണം ലൈക്ക് പീരിയഡ്സ് ഒക്കെ വരുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ അൺഹെൽത്തി ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് 1-2 എണ്ണം വരുന്നതല്ലാതെ ഒരുപാടായിട്ട് വരുന്ന പ്രക്രിയ ഉണ്ടല്ലോ, അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് തിരക്കിയാണ് നമുക്ക് ഈ സ്കിൻ കെയർ റുട്ടീൻ ചെയ്യണം. സ്കിന്നിന് എന്തെങ്കിലും ഡെയിലി മോയ്സ്ചറൈസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് ഞാൻ വരുന്നത്. ഇപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചുറ്റും ഒരുപാട് ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട്, മെറ്റോളജിസ്റ്റൊക്കെ ഉണ്ട്, ലൈക്ക് ഞാൻ മുന്നേ പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പറ്റിയ ഒരു പ്രൊഡക്റ്റും അതുപോലെ നമുക്ക് പറ്റിയ കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര കൺഫ്യൂഷനുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ സ്കിൻ ടൈപ്പ് ആദ്യം മനസ്സിലാക്കി. ഇപ്പോൾ എൻ്റെ സ്കിന്നിന് ഓയിലി ആക്നെ പ്രോണാണ്. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് ഒരുപാട് സ്റ്റെപ്പുകളൊന്നും ചെയ്യാനുള്ള ക്ഷമയുള്ള ഒരാളല്ല. സോ മിനിമൽ സ്റ്റെപ്പുകൾ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഒരു 3-4 സ്റ്റെപ്പുള്ള സ്കിൻ കെയർ വേണം. അപ്പോൾ അതിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്കും എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒരു ഫേസ് വാഷ് വേണം, ഒരു മോയ്സ്ചറൈസർ, പിന്നെ നമുക്ക് എന്തെങ്കിലും സ്കിൻ കൺസേൺ ഉണ്ടെങ്കിൽ ഒരു സെറം നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ സൺസ്ക്രീൻ മസ്റ്റായിട്ട് വേണം. അപ്പോൾ ഈ 4 കാര്യങ്ങൾ വേണം. പിന്നെ അതായത് ഈ ചില ഇൻഫ്ലുവൻസേഴ്സ് കാണിക്കുന്ന പോലെ 10-20 സ്റ്റെപ്പൊന്നും നമുക്ക് ചെയ്യാൻ ചിലപ്പോൾ സമയം കാണത്തില്ല. അതുപോലെ നമുക്ക് മിനിമം ഒരു 3 സ്റ്റെപ്പ്, സിറം പോലും വേണമെന്നില്ല. മോയ്സ്ചറൈസർ, ഫേസ് വാഷ്, സൺസ്ക്രീൻ മസ്റ്റാണ്. അത് 3 എന്തായാലും ഉപയോഗിക്കാം. പിന്നുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചിലർ കാണാൻ ഈ എസ്തെറ്റിക്കൊക്കെ ഇട്ട് പോകുന്നതാണ്. അപ്പം ഈ എസ്തെറ്റിക്കായിട്ടുള്ള അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് പറ്റുന്ന പ്രൊഡക്റ്റ്, അതാണ് മെയിൻ. ഈ എസ്തെറ്റിക് അപ്പിയറൻസിലൊന്നും ഒരു കാര്യമില്ല പ്രൊഡക്റ്റിൻ്റെ, അതെനിക്കൊരു മനസ്സിലായൊരു കാര്യമാണ്. അതുപോലെ തന്നെ ചില ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഒരു ഒന്നിൽ കൂടുതൽ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സിറം ഒരേ സമയമൊക്കെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടോയെന്നില്ല, അതൊക്കെ നമുക്ക് ചിലപ്പോൾ പിടിക്കണമെന്നില്ല. അവർ ചിലപ്പോൾ വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് കാണിക്കുന്നതായിരിക്കാം. അതിൻ്റെ ഒന്നും പുറകെ പോകരുത് കേട്ടോ. നമ്മുടെ കാശ് നഷ്ടമാവും, സമയം പോകും, ചിലപ്പോൾ നമ്മുടെ സ്കിന്നിനെ തന്നെ ഡാമേജ് ആക്കാം. കാരണം നമ്മൾക്ക് പറ്റുന്ന കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഇടപെട്ടാൽ മതി എന്ന് പറയും, അതുപോലെ ചെയ്താൽ മതി. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ചിലരാണെങ്കിൽ 10 സ്റ്റെപ്പ് കൊറിയൻ ഗ്ലാസ് സ്കിൻ റുട്ടീൻ എന്നൊക്കെ പറയും. നമ്മുടെ സ്കിന്ന് ഇന്ത്യൻ സ്കിൻ ടൈപ്പും കൊറിയൻ സ്കിൻ ടൈപ്പും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. DNA അനുബന്ധിച്ചൊക്കെ കിടക്കും, അതിനെ പറ്റിയൊന്നും സംസാരിക്കാൻ നമ്മൾ ആളല്ല.
നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെൽത്തി സ്കിൻ അല്ലേ, നല്ല ഗ്ലോയിങ് ഒക്കെ ആയിട്ടുള്ള ഹെൽത്തി സ്കിന്നാണ് നമ്മുടെ കൺസേൺ. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്കിൻ കെയർ റുട്ടീൻ മാത്രം ഫോളോ ചെയ്യാം. നമുക്കൊരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടെക്സ്ചറിലുള്ള പ്രൊഡക്റ്റ് പിടിക്കുകയാണെങ്കിൽ അതിൽ മാത്രം സ്റ്റിക്ക് ചെയ്യുക. നമ്മൾ സ്കിൻ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് വേണമെങ്കിൽ, ചേഞ്ച് ആവുകയാണെങ്കിൽ അതിനനുസരിച്ച് മാറ്റി കൊടുക്കാം എന്നല്ലാതെ നമ്മൾ ഒരു പെട്ടെന്ന് ഇപ്പോൾ ഒരാഴ്ച യൂസ് ചെയ്യുക പെട്ടെന്ന് അങ്ങനെ ഒരു ചാട്ടം അതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ നമ്മൾ ചെയ്യുന്ന വലിയ വലിയ മിസ്റ്റേക്കുകളാണ്. പിന്നെ അതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ യൂട്യൂബിൽ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് ഇപ്പം, ഡോക്ടേഴ്സ് വീഡിയോസ് ചെയ്യുന്നത്. അത് പലരും പല സജഷൻസ് ആണ്. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇവർക്കൊക്കെ പല സിലബസ് ആണോ പഠിക്കാൻ കൊടുക്കുന്നത്. കാരണം നമ്മളൊക്കെ പഠിച്ച സമയത്ത് ഇപ്പം ഞാൻ മാത്സ് ആണെങ്കിലും ഇപ്പോൾ ഇത്രയും വർഷത്തേക്ക് ഒരേ ടോപ്പിക്കുകളൊക്കെ എല്ലാവർക്കും ഒരേ ടോപ്പിക്കുകളാണല്ലോ പഠിപ്പിക്കുന്നത്. അതായത് എൻ്റെ ഒരു പേഴ്സണൽ ഇതാണ്, ചിലരുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ, ചില ഡോക്ടേഴ്സിൻ്റെ വീഡിയോ കാണുമ്പോഴേ പലരും പല അഭിപ്രായം പറയുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഇവർക്കൊക്കെ പല ടെക്സ്റ്റാണോ പഠിക്കാൻ കൊടുക്കുന്നത്. ഇവർ എന്തായാലും മെഡിക്കൽ ഫീൽഡിൽ ഒരേ കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ പറയുന്നത്, ഇവർക്ക് മാത്രം ഇങ്ങനെ വൈവിധ്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നത്, വൈവിധ്യമായിട്ടുള്ള സജഷൻ. ചിലർ പറയും ഇത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ചിലർ പറയും അത് അങ്ങനെ ചെയ്യരുത്, നിങ്ങളുടെ സ്കിൻ ഇങ്ങനെ ആകും എന്നൊക്കെ. അപ്പം അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. ഞാൻ പൊതുവേ നമ്മുടെ പേഴ്സണൽ ഡെർമറ്റോളജിസ്റ്റ് പോയി കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാറാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ജെനുവിൻ ആണെന്ന് തോന്നുന്നവരുടെ വീഡിയോസ് മാത്രം കണ്ടിരിക്കും. അതിലെനിക്ക് വേണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ എടുക്കും, വേണ്ടാത്തത് തള്ളും. അങ്ങനെയാണ് എൻ്റെ ഒരു നേച്ചർ. ഒരിക്കലും ഒരു ഇൻഫ്ലുവൻസറിൻ്റെ അടുത്ത് ഇങ്ങനെ അഡിക്റ്റ് ആവാതിരിക്കും. കാരണം അവർ മാറുന്നതനുസരിച്ച് നമുക്കത് നമുക്കൊരു ഇൻസെക്യൂരിറ്റി വരും, നമുക്കത് വേണം എന്നുള്ളൊരു ആ ഒരു ഇത് വരും. നമ്മൾ ഫോളോ ചെയ്യുന്ന ഇൻഫ്ലുവൻസർ ഒരു എക്സ്പെൻസീവ് പ്രൊഡക്റ്റ് മേടിച്ചു എന്ന് വിചാരിച്ച് നമുക്കത് മേടിക്കാൻ പറ്റും. നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന പ്രൊഡക്റ്റ് മേടിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും എല്ലാ എക്സ്പെൻസീവ് പ്രൊഡക്റ്റും നല്ലതല്ല, എല്ലാ അഫോർഡബിൾ പ്രൊഡക്റ്റും നല്ലതാണ്. ഈ അഫോർഡബിളിന് എക്സ്പെൻസീവിന് നമുക്ക് പറ്റിയ പ്രൊഡക്റ്റ് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് മെയിൻ. ഇനി ഞാൻ പറയാൻ വന്നത് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സും ഞാൻ അതെങ്ങനെയാണ് ചൂസ് ചെയ്തത്, അതെങ്ങനെയാണ് എനിക്ക് വർക്കായെന്നുള്ളത്, പിന്നെ അതിൻ്റെ ഷോർട്ട് റിവ്യൂസുമാണ് പറയുന്നത്. അപ്പം നമുക്ക് ഓരോ കാറ്റഗറി വെച്ചിട്ട് പറയാം. ഫസ്റ്റ് വരുന്നത് ഫേസ് വാഷിൻ്റെ എടുക്കാം. ഫേസ് വാഷിൽ ഞാൻ മെയിനായിട്ട് 4 ഫേസ് വാഷുകളാണ് ഇടയ്ക്കൊക്കെ മാറ്റിയും തിരിച്ചും യൂസ് ചെയ്യാറുള്ളത്. മീൻസ് ഡെയിലി മാറ്റി യൂസ് ചെയ്യുന്ന ആരും വിചാരിക്കരുത്. ഒരു പർട്ടിക്കുലർ ട്യൂബ് മേടിച്ച് കഴിഞ്ഞാൽ അതൊരു ഇത്ര നാളത്തേക്ക്, അല്ലെങ്കിൽ ഒരു 4-5 മാസത്തേക്ക് ആ ഒരു പർട്ടിക്കുലർ ഫേസ് വാഷ് തന്നെയായിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. വേറെ ഒന്നും കാണത്തില്ല. പിന്നെ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം എക്സ്ട്രാ ഒരു ബാം യൂസ് ചെയ്യും, അല്ലാതെ വേറെ ഒരു ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് വണ്ണാണ് നമ്മുടെ സെറ്റാഫിലിൻ്റെ ഓയിലി സ്കിന്നിൻ്റെ മറ്റേ വരുന്ന പർട്ടിക്കുലർ ഫേസ് വാഷ് ക്ലെൻസർ. അതുപോലെ അത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ഡെർമാക്കോയുടെ നയാസിനമൈഡ് ഫേസ് വാഷ്. ഇത് രണ്ടും ഈ എക്സസ് ആയിട്ട് ആക്നിയുള്ള സമയത്ത് ഞാൻ അതാണ് യൂസ് ചെയ്യാറ്. പിന്നെ വരുന്നതാണ് ഇടയ്ക്ക് ഈ ഡെലിവറി ടൈമിൽ എൻ്റെ സ്കിന്ന് നല്ല ഡാമേജ് ആയിരുന്നു. ആ സമയത്ത് ഞാൻ ഡോട്ട് ആൻഡ് കീയുടെ ഒരു ബാരിയർ റിപ്പയർ ഫേസ് വാഷ് ഉണ്ടായിരുന്നു. ബ്ലൂബെറി വേരിയൻ്റ് എന്നുള്ള ബ്ലൂ കളർ ഇതിൽ വരുന്നു, ട്യൂബിൽ വരുന്നു. അത് എനിക്ക് വർക്കായിരുന്നു. പ്രഗ്നൻസി ടൈമിൽ എനിക്കത് നല്ലതായിട്ട് വർക്കായി. അപ്പോൾ അതാണ് ഞാൻ അന്നേരം യൂസ് ചെയ്തത്. അത് ഇപ്പം ഞാൻ കറൻറ്റ്ലി യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് കീയുടെ തന്നെ ഒരു സാലിസിലിക് ആസിഡ് ഫേസ് വാഷാണ് കേട്ടോ, സീക്ക കാമിങ് ഫേസ് വാഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ കറൻറ്റ് യൂസ് ചെയ്യുന്നത്. ഈ 4 ഫേസ് വാഷാണ് ഞാൻ അങ്ങോട്ട് മാറ്റിയും തിരിച്ചും ഒക്കെ യൂസ് ചെയ്യാറ്. പിന്നെ ഇടയ്ക്ക് ഭയങ്കര പല ഹൈപ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒന്നും ചിലപ്പോൾ എനിക്ക് വർക്കാവില്ല കേട്ടോ. അത് ഈ ഒന്ന് പറയാനാണെങ്കിൽ ഈ ഒരു ഡെർമാക്കോയുടെ തന്നെ കോജിക് ആസിഡ് ഫേസ് വാഷ് ഉണ്ട്, അതുപോലെ സാലിസിനമൈഡ് ഫേസ് വാഷ് ഉണ്ട്. ഇത് രണ്ടും എനിക്ക് വർക്കായിട്ടില്ല. ഇത് ഭയങ്കര ഹൈപ്പ് കണ്ടിട്ട് മേടിച്ചതാണ്, പക്ഷേ അതൊന്നും എനിക്ക് വർക്കായില്ല. ഇതാണ് ഫേസ് വാഷ് വരുന്നത്. രണ്ടാമത് വരുന്നത് ടോണർ. മിക്കവാറുള്ളൊരു ചിലർ യൂസ് ചെയ്യും, ചിലർ യൂസ് ചെയ്യും. ഞാൻ ഇടയ്ക്ക് എനിക്ക് ചിലപ്പോൾ ഞാൻ യൂസ് ചെയ്യും, ചിലപ്പോൾ ഞാൻ യൂസ് ചെയ്യത്തില്ല. വലിയ എക്സ്പെൻസീവ് ടോണറിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. ജസ്റ്റ് ഇതൊരു അഫോർഡബിൾ ടോണർ യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ ടോണറാണ് കേട്ടോ. നിയാസിനമൈഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ അതിൻ്റെ ഒരു റോസ് വാട്ടർ ആ ഒരു വേരിയൻ്റ് ഉണ്ടല്ലോ, ഹൈലറോണിക് ആസിഡ് ആ ഒരു വേരിയൻ്റ്, അതാണ് യൂസ് ചെയ്യുന്നത്. ഇത് നെക്സ്റ്റ് കാറ്റഗറിയാണ് സെറം. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഒരു നിയാസിനമൈഡ് സെറമാണ്. കാരണം എനിക്ക് ഓപ്പൺ പോഴ്സും അതുപോലെ തന്നെ എക്സസീവ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്കിന്നും ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക, നിയാസിനമൈഡ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതിനകത്ത് ഞാൻ ആദ്യമായിട്ട് മേടിക്കുന്ന നിയാസിനമൈഡ് സിറം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡേം ഡോക്കിൻ്റെ ഇപ്പോൾ ഭയങ്കര ഹൈപ്പുള്ള, അതായത് ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്യുന്ന സാധനം ഡേം ഡോക്കിൻ്റെ. അതെനിക്ക് വർക്കായിട്ടില്ല കേട്ടോ. അത് ഞാനൊരു ബോട്ടിൽ യൂസ് ചെയ്ത് എനിക്ക് ഒന്നും കൊള്ളത്തില്ല, വെറുതെ വെള്ളം തേക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ മേടിച്ചില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 3 സിറം ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മാറ്റി യൂസ് ചെയ്യാറുള്ള സിറം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഓർഡിനറിയുടെ നയാസിനമൈഡ്. അത് ഞാൻ കണ്ടിന്യൂസ് പർച്ചേസ് ചെയ്തിട്ടുള്ള, കാരണം അതെനിക്ക് നല്ലതായിട്ട് വർക്ക് ചെയ്തു. കാരണം
എൻ്റെ സ്കിന്നിനെ നല്ല പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് ഓർഡിനറിയുടെ നിയാസിനമൈഡാണ് ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത്. അത് തന്നെയാണ്. പിന്നെ എനിക്ക് പ്ലമ്മിൻ്റെ നിയാസിനമൈഡ് ഉണ്ടല്ലോ, അതും എനിക്ക് നല്ല, അതിൻ്റെ ആ റൈസ് വാട്ടർ ഒക്കെ വരുന്ന ആ വേരിയൻറ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. അതും എൻ്റെ സ്കിന്നിന് ഓക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ ഒരു ബ്ലൂ കളർ ബോട്ടിലുണ്ടല്ലോ, ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസർ സിറം, അതും എനിക്ക് പറയാം. പക്ഷേ പ്രഗ്നൻസി ടൈമിൽ ഞാനത് അവോയ്ഡ് ചെയ്തു കേട്ടോ. അതായത് ആൽഫ ബ്യൂട്ടിൻ ഉള്ളതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്ത് ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് ഓർഡിനറിയാണ്. അപ്പം ഓർഡിനറി തന്നെ ഇങ്ങനെ എനിക്ക് അത് വിടാൻ തോന്നില്ല. എനിക്ക് എന്തോ ഒരു ഇഷ്ടം, അതിനോട് എന്തോ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. എന്നാൽ ഇച്ചിരി തിക്ക് സിറമാണ്, എന്നാലും നല്ല സിറമാണ്, എനിക്കിഷ്ടമാണ് നയാസിൻ. ഞാൻ സാലിസിലിക്ക് യൂസ് ചെയ്തിരുന്നു എപ്പോഴും ആക്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് വർക്കായി. ഞാൻ മിനിമലിസ്റ്റിൽ സാലിസിലിക്കാണ് യൂസ് ചെയ്തത്. അതുപോലെ ഞാൻ ഡെർമാക്കോ, ഈ പേരെനിക്ക് ഇച്ചിരി പാടാട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകും. ഡെർമാക്കോയുടെ സാലിസിനമൈഡ് സിറോണിൽ അതും എനിക്ക് വർക്കായില്ല. അതും ഒരുപാട് ഹൈപ്പ് ഉണ്ടായിരുന്ന സിറോണ്, അതും എനിക്ക് വർക്കായി. പിന്നെ ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല. പറ്റുന്ന പണിക്ക് പോകും എന്ന് പറയുന്ന പോലെ ഓർഡിനറിയുടെ സിറമാണ്. നയാസിനമൈഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഇനിയും നമ്മൾ വരുന്നത് മോയ്സ്ചറൈസർ കാറ്റഗറി. മോയ്സ്ചറൈസർ വരുമ്പോഴത്തേനും ഒരു ലോഡ് മോയ്സ്ചറൈസർ ഉണ്ട് ഈ ഓയിലി സ്കിന്നിന് പറ്റുന്നത്. എൻ്റെ ഒരു ഓയിലി ആക്നെ പ്രോൺ സ്കിന്നാണ്. അപ്പോൾ ഇഷ്ടംപോലെ മോയ്സ്ചറൈസർ ഉണ്ട്. ഞാൻ എപ്പോഴും ഓയിലി സ്കിന്നായതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ, അതായത് ജെൽ ടൈപ്പ് ലൈറ്റ് വെയ്റ്റ് മോയ്സ്ചറൈസറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ സ്കിന്നിന് പറ്റിയ കുറച്ച് മോയ്സ്ചറൈസർ. ഒന്ന് ഡോട്ട് ആൻഡ് കീയുടെ ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസർ ഫോർ ഓയിലി സ്കിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയതായിട്ട് അവർ ഇറക്കിയത്. അതാണിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് വർക്കായി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതാണിപ്പോൾ പുരട്ടുന്നത്. സ്കിന്നിന് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത് ഓക്കെയാണ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഹൈഫൻ എന്ന് പറഞ്ഞ ബ്രാൻഡ്, നമ്മുടെ ക്രിപ്റ്റീസനോണിൻ്റെ ബ്രാൻഡില്ലേ, അതിൽ ഹൈഫൻ അതിനകത്ത് ഓയിലി സ്കിന്നിന് വരുന്ന ഒരു ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസർ ഉണ്ട്. അതെനിക്കിഷ്ടമാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതെല്ലാം ഈ ബാരിയർ റിപ്പയറിൻ്റെയാണ് കേട്ടോ. കാരണം ഈ പ്രഗ്നൻസി ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും സ്കിൻ ഇച്ചിരി കുളമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാറ്റഗറി ഓഫാണ് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നത്. ഹൈഫൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഹൈഫൻ നല്ല ലൈറ്റ് വെയ്റ്റുമാണ്. എനിക്കത് നന്നായിട്ട് സ്യൂട്ടാവുകയും ചെയ്തു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഹൈഫൻ്റെ ആ ഓയിലി സ്കിന്നിൻ്റെ ആ ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ വേറെ പ്രോഡക്റ്റ് ഒന്നും ഞാൻ ട്രൈ ചെയ്തില്ല. ഇത് 2 പ്രാവശ്യം ഞാൻ റീപർച്ചേസ് ചെയ്തു. ഇനി ഇപ്പോൾ കറൻ്റ്ലി ഇരിക്കുന്ന മോയ്സ്ചറൈസർ ഡോട്ട് ആൻഡ് കീയുടെ തീരുമ്പോൾ ഞാൻ ചിലപ്പോൾ അതായിരിക്കും മേടിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡോട്ട് ആൻഡ് കീയിലോട്ട് തിരിച്ചു വരും. ഇങ്ങനെ ഇടയ്ക്കൊക്കെ മാറ്റി കൊടുക്കും, അല്ലെങ്കിൽ ഒരേ ഇതിലങ്ങ് പോകും. ഇടയ്ക്കെങ്ങാനും ഇത് ഏതെങ്കിലും ഒന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി കഴിഞ്ഞാലേ പണി കിട്ടും. അതുകൊണ്ടാണ് 1-2 മാറ്റി തിരിച്ചൊക്കെ ട്രൈ ചെയ്യുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടുമാണ് ഇപ്പോൾ കറൻ്റ്ലി മൈ ഫേവറേറ്റ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ എന്തുവായിരുന്നു, മോയ്സ്ചറൈസർ കഴിഞ്ഞില്ല. അപ്പം ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് വരുന്നത് വെച്ചാൽ സൺസ്ക്രീൻ വരുമ്പോഴത്തേനും എനിക്ക് ഒരു സൺസ്ക്രീനും വർക്കാവാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന മറ്റേ നമ്മുടെ ഡീകൺസ്ട്രക്റ്റിൻ്റെ ഒരു സൺസ്ക്രീൻ ഉണ്ടല്ലോ, ഭയങ്കര ഹൈപ്പ്, ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു. പക്ഷേ ആ സാധനം ഞാൻ ഒരു വട്ടേ മേടിച്ചുള്ളൂ. ഒരു പ്രാവശ്യം ഞാനത് മേടിച്ച്, കാരണം ഓയിലി സ്കിന്നിന് പറ്റുമല്ലോ. അതായത് നമുക്ക് മിക്ക സൺസ്ക്രീനും ഓയിലി ആക്കാറാണ് പതിവ് സ്കിൻ. അപ്പോൾ ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, അങ്ങനെ ഇങ്ങനെ മറ്റേതാ പറിച്ചത് മാറ്റിഫൈ ചെയ്യുന്നൊക്കെ പറഞ്ഞു ഞാനത് മേടിച്ച് പരട്ടിയപ്പോൾ ഇനി അത് എനിക്ക് കിട്ടിയ പ്രൊഡക്റ്റിൻ്റെ ആണോ, അത് എക്സ്പയറി ഒന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, അത് പരട്ടിയിട്ടേ ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്യുമല്ലോ, അത് പരട്ടുമ്പോഴത്തേക്കിങ്ങനെ പൊടി പോലെ അതിങ്ങനെ ഇളകി വരും. ഇപ്പോൾ കാണിച്ചാൽ എൻ്റെ കയ്യിലില്ല, ഞാനെടുത്ത് എറിഞ്ഞ്. അപ്പോൾ അതിങ്ങനെ പൊടി പോലെ ഇളകി വരുമായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഞാൻ കൊണ്ട് മനസ്സ് വന്നില്ല അത് ഉപയോഗിക്കാൻ. പിന്നെ എനിക്ക് വർക്കായ ഒരു സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്വലോജിക്കയുടെ സൺസ്ക്രീൻ ഉണ്ടല്ലോ, ഒരു വാട്ടർ മെലൺ വേരിയൻറ്റ്, അത് എനിക്ക് വർക്കായി കേട്ടോ. വർക്കായി മീൻസ് എനിക്കത് വലിയ സ്കിന്നിന് ലൈറ്റ് വെയിറ്റ് ആയിരുന്നു, അധികം ഓയിലി ആക്കത്തില്ലായിരുന്നു, അങ്ങനത്തെ ഒരു ടെക്സ്ചർ. ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് വിഷ് കെയറിൻ്റെ സൺസ്ക്രീനാണ്. ഒരുപാട് പേര് അതായത് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൊരു ഇതാണ് വിഷ് കെയറിൻ്റെ ആ ഒരു സൺസ്ക്രീൻ. അത് പക്ഷേ ചില സമയത്ത് ഓയിലി ആക്കും, ചില സമയത്ത് വലിയ പ്രശ്നമില്ല. അങ്ങനെ ഒരു ഇതാണ്. എൻ്റെ സ്കിന്നിൻ്റെ ആണോ അങ്ങനെ എനിക്കറിയത്തില്ല. അങ്ങനെ ഇപ്പോൾ എന്തായാലും ഞാൻ അതാണ് യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എന്ന് പറയുന്നത്, വിഷ് കെയറിൻ്റെ സൺസ്ക്രീൻ. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഇപ്പോൾ ഇത് സ്കിൻ കെയറിൻ്റെ കാര്യം എല്ലാം പറയുമ്പോഴേ നമ്മുടെ ഈ ചെറിയ ലിപ്പിനെ നമ്മൾ ഒഴിവാക്കാൻ പാടില്ലല്ലോ. ലിപ്പിന് ഞാൻ ഇപ്പം സൺസ്ക്രീൻ മനസ്സിലായിക്കാണല്ലോ. ലിപ്സിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ഈ ലാനിയേജിൻ്റെ മാസ്ക് കേട്ടോ, ലിപ്പ് മാസ്ക്. നൈറ്റ് യൂസ് ചെയ്യണമെന്നാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത്. പക്ഷേ രാവിലെ ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്കിങ്ങനെ 5-6 പ്രൊഡക്റ്റ് ഒന്നും കൊണ്ട് നടക്കുന്ന ശീലമില്ല. നമ്മുടെ കയ്യിൽ ഒരു 3-4-5, നമ്മുടെ കയ്യിൽ അതിനുള്ള ബഡ്ജറ്റും ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ വിഷ് കെയറിൻ്റെ ലിപ് ബാം യൂസ് ചെയ്തിട്ടുണ്ട്, വർക്കായിട്ടേ ഇല്ല. പക്ഷേ എനിക്ക് എൻ്റെ പ്രശ്നമൊന്നും എനിക്കറിയില്ല കേട്ടോ. ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്യുന്നൊരു സാധനമാണ് വിഷ് കെയറിൻ്റെ ലിപ് ബാം. അതിൻ്റെ ടിൻഡഡ് അല്ലാത്ത വെർഷനാണ് ഞാൻ മേടിച്ചത്, പക്ഷേ അതെനിക്ക് വർക്കായില്ല.
കാരണം പ്രഗ്നൻസി ടൈമിൽ എനിക്ക് നല്ലപോലെ ഈ ചുണ്ടിങ്ങനെ പൊളിഞ്ഞിളകും. അതുപോലെ ലിപ്സ്റ്റിക് ഇടുന്ന സമയത്തും എൻ്റെ ചുണ്ട് അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടുള്ള ലിപ്പാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഈ ഒരു ഭാഗം കണ്ടോ ഇതിങ്ങനെ പൊളിഞ്ഞിളകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ലിക്വിഡ് ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഡ്രൈ ആയിട്ട് എപ്പോഴും തൊലി പൊളിഞ്ഞിളകും. അതുപോലെ പ്രഗ്നൻസി ടൈമിൽ അതങ്ങ് കൂടി ഭയങ്കര കറുത്ത് പൊട്ടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ലിപ് ബാം ഒന്നും വർക്കായില്ല. അതുപോലെ വേറെ ഏതായിരുന്നു ഡീകൺസ്ട്രക്റ്റിൻ്റെ ലിപ് ബാം, അതും എനിക്ക് വർക്കായില്ല. ലാസ്റ്റ് പൈസ ഇച്ചിരി പ്രൈസിയാണ്. എന്തായാലും പൈസ പോകുന്നേ പോട്ടെ, നമുക്കൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കൈ നോക്കാമെന്ന് വിചാരിച്ച് മേടിച്ചതാണ്. പക്ഷേ ഇതെനിക്ക് വർക്കായി. ഇത് നമ്മൾ അധികം ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു ടബ് ഞാനിപ്പോൾ 6-7 മാസം ഇത് ഉപയോഗിച്ച്. ഇത് ഇപ്പോഴാണ് തീർന്നത്. പുതിയത് മേടിച്ചിട്ടുണ്ട്. തീർന്നിട്ടില്ല, ഇനി ഇച്ചിരി കൂടെ ഉണ്ട്. അപ്പോൾ ഇതെനിക്ക് നല്ല വർക്കായി. അത്യാവശ്യം ക്വാണ്ടിറ്റി യൂസ് ചെയ്യാനുണ്ട്. കാരണം നല്ല തിക്കാണ് സാധനം. അപ്പോൾ നമുക്ക് കുറച്ച് അപ്ലൈ ചെയ്താൽ മതി. പിന്നെ രാത്രി ഇച്ചിരി തിക്ക് ലെയർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ, രാവിലെ ചൂട് നല്ല പ്ലബ്ലാന്നിരിക്കും. അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.